Mistakes that you will regret doing in college or an advice from your big sister. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എൻ്റെ കോളേജ് ലൈഫ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണു, അത് ചെയ്യായിരുന്നു എന്നൊക്കെ. ഈവൻ എൻ്റെ സിസ്റ്റർ ഇപ്പോൾ കോളേജിലാണ്, അവളിപ്പോൾ ഫസ്റ്റ് ഇയറിലാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്ന ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ അവസാനം പറയാം. എല്ലാവരും പറഞ്ഞു വരുന്ന ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കോളേജ് ലൈഫ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, എനിക്കൊന്ന് വെറുതെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ കോളേജിൽ പോകുന്ന ഒരാളാണ്, കുറച്ച് ഇൻട്രോവേർട്ടഡ് ആണ്, ആംബിവേർട്ടഡ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. കാരണം ദിസ് ഈസ് എൻ എക്സ്പീരിയൻസ് ഓഫ് സച്ച് എ പേഴ്സൺ ലൈക്ക് മീ. അപ്പോൾ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നത് 2019 അപ്പോൾ ഞാൻ പാസ് ഔട്ട് ആണത് 2023. അപ്പോൾ ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് എനിക്കിങ്ങനെ കുറേ വിഷയം ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ആസ് എവ്രി വൺ. ലൈക്ക് നമ്മൾ മൂവീസൊക്കെ കണ്ടിട്ട് സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ അങ്ങനെയൊക്കെ കണ്ടു പോയി കഴിയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി കുറേ സംഭവങ്ങൾ നമ്മുടെ തലയിലുണ്ടാവും. ദാറ്റ് വി ഹാവ് ടു ഡു എ പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് തിങ്സ് ഇൻ അവർ കോളേജ്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സീനിയേഴ്സൊക്കെ വന്ന് ഇൻട്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മൊത്തം കൊളാക്കി തന്നു കാര്യങ്ങൾ. നിങ്ങൾ എൻ്റെ വേറെ ഇതേപോലെ ഒരു സ്റ്റോറി ടൈം വീഡിയോയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ള ഫസ്റ്റ് തോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇനി ഇവൻറ്റുകളൊന്നും അറ്റൻഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വർഷം ഉണ്ടായിരുന്ന ഓണം സെലിബ്രേഷൻ അങ്ങനെ തന്നെ ക്യാൻസൽ ഔട്ട് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് വീട്ടിൽ പോയില്ല, ഞാൻ ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു. എന്നിട്ടാണ് കോവിഡൊക്കെ വരുന്നത്. അപ്പം എനിക്ക് കോവിഡ് വന്നപ്പോൾ നമ്മുടെ ഹൃദയം മൂവി റിലീസായ സമയം. അപ്പം അതൊക്കെ കണ്ട് അതൊക്കെ റിലീസായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കോളേജ് തുറക്കുന്നുള്ളൊരവസ്ഥയായി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ദിസ് ടൈം ഇറ്റ് മൈറ്റ് ബി ഓക്കെ. അപ്പം ഞാൻ പോവാമെന്ന് വിചാരിച്ചിട്ട് പോയി. അങ്ങനെ വീണ്ടും കുറേ ഗട്ട്സൊക്കെ ഉണ്ടാക്കി കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ദിസ് തോട്ട് കെയിം അഗൈൻ. മതിയായി കോളേജ്, സത്യം പറഞ്ഞാൽ മതിയായി, ഇനി ഒരു ജോലി കിട്ടിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലും ഫ്യൂച്ചറിൽ എന്ത് നടക്കുമെന്ന് ആലോചിച്ച് നടക്കുന്നവരാണ് നമ്മൾ കൂടുതലും. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കോളേജിൽ പഠിച്ചാൽ മതി, കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ജോലി കിട്ടിയാൽ മതി, ജോലി കിട്ടിയാൽ നമ്മൾ വിചാരിക്കും ഇനി എവിടെയെങ്കിലും കുറേ പൈസ ഉണ്ടായിട്ട് സെറ്റിലായാൽ മതി. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ മൈൻഡ് സെറ്റ്, ഇതായത് ലാസ്റ്റത്തെ. അപ്പോൾ സെയിം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ, വേണമെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പോൾ അവൾ പറയും സ്കൂൾ കഴിഞ്ഞിട്ട് വേണം കോളേജിൽ പോകാൻ, എന്നിട്ട് വേണം സംഭവങ്ങളൊക്കെ അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറയും. എന്നിട്ട് കോളേജിൽ പോകുമ്പോഴോ നമ്മൾ ചെയ്യണ ഏറ്റവും വലിയ കാര്യം ഇത് കഴിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. കുറേ പേരൊക്കെ എൻ്റെ കോളേജ് ലൈഫിലും ഉണ്ടായിരുന്നു, അതായത് നല്ല എൻജോയ് ചെയ്ത് സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്ന കുറേ ആൾക്കാർ. പക്ഷെ ഞാൻ ആ കാറ്റഗറിയിൽ പെട്ടതായിരുന്നില്ല. എൻ്റെ കുറേ ഇൻസെക്യൂരിറ്റീസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോളേജിൽ സത്യം പറഞ്ഞാൽ പോയിക്കൊണ്ടിരുന്നതും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും. എനിക്ക് ഭയങ്കര പഠിപ്പിസ്റ്റാവണം, കാരണം ഞാൻ സ്കൂളിൽ അത്ര പഠിപ്പിസ്റ്റായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ മിസ് ഔട്ടായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഐ തിങ്ക് നമ്മൾ കോളേജിൽ പോകുന്ന സമയത്ത് വി ഷുഡ് സ്റ്റഡി. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഷുഡ് നോട്ട് സ്റ്റഡി ആൻഡ് ഓൾ, ബട്ട് യു ഷുഡ് ഓൾസോ എൻജോയ് യുവർ കോളേജ് ലൈഫ്. ബിക്കോസ് അത് കഴിഞ്ഞ് വരുന്ന ഒരു ടൈം ഫ്രെയിം, നിങ്ങളിപ്പോൾ ഒരു 18 to 20 ഒക്കെ ആയിരിക്കും നിങ്ങളുടെ കോളേജ്, അല്ലെങ്കിൽ 22 or 23 വാട്ട് എവർ ഇയർ പോയി. ബിഫോർ ഒരു 24 നിങ്ങളുടെ ബാച്ചിലേഴ്സ് കഴിയും. അതിന് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് കൂടുതലും കേട്ടോ. അതിന് കുറവ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ കോളേജ് ലൈഫിലിരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നമ്മൾ ഇന്നസെൻ്റ് ആണ്, അല്ലാണ്ട് ഭയങ്കര ഇന്നസെൻ്റ് ആണെന്ന് ഞാൻ പറയില്ല, കാരണം ഇപ്പോൾ ആരും അത്ര ഇന്നസെൻ്റ് ഒന്നും അല്ല. പക്ഷേ ആ ഒരു സമയം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മിസ് ഔട്ട് ആവണ കുറേ കാര്യങ്ങളുണ്ട്. കുറേ ഫ്രണ്ട്ഷിപ്സ്, കുറേ ചിറ്റ് ചാറ്റ്, കുറേ പുറത്തു പോകലും ഭക്ഷണം കഴിക്കലും നെവർ മൈൻഡ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡും ഒക്കെ. അപ്പം എൻ്റെ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ വരാൻ തുടങ്ങി. അപ്പം തന്നെ എൻ്റെ ബ്രെയിനിൽ കയറി കൂടിയ കുറച്ച് കാര്യങ്ങളുണ്ട്, സേവ് ചെയ്യണം. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ബട്ട് ദ പ്രോബ്ലം ഇസ് വെൻ നമ്മൾ എൻജോയ് ചെയ്യാണ്ടിരുന്നിരുന്ന് ഒരു പീരീഡിലെത്തി കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ, ഞാൻ കുറേ ഒന്നിനും പോകാറില്ല എൻ്റെ ഫ്രണ്ട്സ് എങ്ങോട്ട് വിളിച്ചാലും. പിന്നെ ഞാൻ ഈ ജോലിയൊക്കെ കിട്ടാണ്ടിരുന്ന ആ ഒരു സമയം, ഇവിടെ ഇപ്പോഴും അങ്ങനത്തെ ഒരു സമയം തന്നെയാണ്. പക്ഷേ ആ റൈറ്റ് ആഫ്റ്റർ ദ കോളേജ് ഉണ്ടല്ലോ, ഒന്ന് പുറത്ത് പോയിരുന്നെങ്കിൽ, ഒന്ന് ടൈം എൻജോയ് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ ഇടയ്ക്ക് ആലോചിക്കുന്ന ഒരു ടൈം വരും. അപ്പോൾ നമുക്ക് ഒട്ടുക്കത്തെ റിഗ്രറ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മിക്കവരും എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പേരെങ്കിലും കോളേജിൽ പോണത് പെർട്ടിക്കുലർ കാര്യങ്ങൾക്ക്, അതായത് ഇപ്പോൾ കുറച്ച് പഠിക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടി, അപ്പോൾ ഒരു പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയായിട്ടായിരിക്കും കൂടുതൽ മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അവരുടെ ഒരു വൈബാണ് കിട്ടുക.
നമ്മൾ തീരെ പഠിക്കുന്നതൊരു മാറ്ററായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ നമ്മളുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നത് നമ്മൾ ഇത്ര ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ ആരും ഒരുമിച്ചല്ല. അപ്പം എൻ്റെ കേസ് പറയാനാണെങ്കിൽ തന്നെ എൻ്റെ കൂടെ ഒരു 5-6 പേരുണ്ടായിരുന്നു. ഇപ്പം അതിലാകെ ഒരാളായിട്ടേ കണക്ഷനുള്ളൂ. പക്ഷേ അതേ സമയത്ത് ആ സമയം എൻജോയ് ചെയ്ത് അവസാനം അവർക്ക് മാർക്കും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞ് ജോലി അവർക്ക് തന്നെ കിട്ടും. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ എൻജോയ് ചെയ്ത ആ ഒരു ടൈം ഉണ്ടല്ലോ, അതിലവർക്ക് കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടാവും. അവർക്കൊരു 10 പേരോടെ ഗാങ്ങിൽ എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ മിനിമം ഒരാളെങ്കിലും അല്ലെങ്കിൽ 2-3 പേരെങ്കിലും ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാനുണ്ടാവും. പക്ഷേ നമ്മളിതൊന്നും ചെയ്യാണ്ട് കഴിയണ വരെ അങ്ങനെ ഇരുന്ന് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി എൻജോയ് ചെയ്യായിരുന്നു തോന്നുന്നൊരു സമയം വരും. ഇറ്റ് വിൽ ബി സോ ബാഡ് ദാറ്റ് എന്താ പറയുക, മിസ് ഔട്ടായി പോയിന്ന് തോന്നും. കാരണം എന്നോട് പണ്ട് പലരും പറയാനുണ്ട് സ്കൂൾ ടൈമാണ് ദ ഗോൾഡൻ ഏജ്. അത് ഞാൻ റിയലൈസ് ചെയ്തു കോളേജിലുള്ളപ്പോൾ. ഇപ്പോഴും കോളേജ് ആയിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഗോൾഡൻ ഏജ് എന്ന് പറയുമ്പോഴും ഞാൻ വിചാരിച്ചത് ഓക്കെ കോളേജ് അങ്ങനെയായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റ്. പക്ഷേ നമ്മൾ ഈ ഒരു സമയത്ത് എൻജോയ് ചെയ്യാണ്ട് എങ്ങനെയെങ്കിലും കോളേജ് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾ ഇപ്പോഴുള്ള സമയം എൻജോയ് ചെയ്യാം. പഠിക്കണമെന്നല്ല ഞാനത് ഇനിയിപ്പോൾ അഡ്വൈസ് ഞാൻ പറഞ്ഞു പഠിക്കാമെന്ന് ഇരിക്കരുത്. പഠിക്കണം എന്നല്ല ഞാൻ പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യേണ്ട സ്ഥലത്ത് എൻജോയ് ചെയ്യണം. ഇപ്പോൾ കോളേജ് ഫെസ്റ്റിവൽ ആണെങ്കിൽ അതിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈതർ പെർഫോമൻസോ അല്ലെങ്കിൽ ഈവൻ മാനേജ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വേറൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ കൂടുതൽ ആൾക്കാരോട് നമ്മൾ സംസാരിക്കും തോറും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ ആവും. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ലാംഗ്വേജ്. പക്ഷേ നമ്മൾക്ക് ഒരാളെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു പവർ നമ്മുടെ കയ്യിൽ കൂടുതൽ കിട്ടും. ഇഫ് യു ഗോ ഫോർ ആങ്കറിങ് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. ഇഫ് യു ആർ സംതിങ് ലൈക്ക് എ പ്രിഫെക്റ്റ് ഓർ ലൈക്ക് എ ക്ലാസ് ലീഡർ ഓർ സംതിങ്, നമുക്ക് ആൾക്കാരെ മാനേജ് ചെയ്യാനുള്ളൊരു പവർ കിട്ടും. ഇങ്ങനെ പല പവറുകളും നമ്മൾ സ്കൂളിലുള്ളവർക്ക് ഇത് കണ്ടാലും ഐ തിങ്ക് സ്കൂളിലുള്ളവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഓട്ടോമാറ്റിക്കലി നമുക്ക് കൂടുതൽ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നൊരു ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിലേക്ക് വരും. അതല്ലാതെ നമ്മളിതൊന്നും ചെയ്യാണ്ട് നമ്മൾ ജസ്റ്റ് പഠിപ്പ് മാത്രം അല്ലെങ്കിൽ ഇന്നൊരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നും ഫോക്കസ് ചെയ്യാണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്ക് കുറേ കാലം കഴിയുമ്പോൾ ഒരു വൃത്തികെട്ട റിഗ്രറ്റ് വരും. അപ്പോഴാണ് നമ്മൾ ഈ ഡിപ്രഷനും കാര്യങ്ങളിലേക്കൊക്കെ പോണത്. ഈ ഒരു മാറ്ററിലോട്ട് എല്ലാ കാര്യങ്ങളും ഡിപ്രഷനിലേക്ക് പോകുന്നത് ഇതുകൊണ്ടെന്നല്ല. പക്ഷേ ചിലവർക്ക് എപ്പോഴും ഒരാൾ കൂടെ വേണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പേഴ്സണലി അത് അലൗ ചെയ്യാത്തത് കൊണ്ട് നമുക്കത് ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ കേസിലായാലും എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് 1-2 പേര് മാക്സിമം ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു റിഗ്രറ്റാണ് നിങ്ങളോട് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഞാനങ്ങനെ ആരോടും മിണ്ടാത്ത ടൈപ്പ് ആയിരുന്നില്ല. ഞാൻ എല്ലാവരോടും മിണ്ടുന്ന ടൈപ്പ് ആയിരുന്നു കോളേജിൽ. പക്ഷേ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് മിസ് ഔട്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കായിരുന്നു അവരോട്ട് കുറച്ചും കൂടി ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന്. പക്ഷേ സംടൈംസ് നമ്മുടെ ലൈഫിലേക്ക് ചിലവർ കടന്നു വരും, നമുക്ക് അവരായിട്ട് അത്ര കണക്ട് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ലീവ് ദെം. ഐ എം നോട്ട് ആസ്കിങ് യു ടു ബി വിത്ത് ദെം. പക്ഷേ ഇഫ് യു ക്യാൻ ബി വിത്ത് സമ്മൺ ലൈക്ക് എ റിയലി ഗുഡ് ഫ്രണ്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം വരും. ഉപകാരത്തിന് വേണ്ടി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയണത്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയി, അവിടെ പോയുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഉപകാരമായി. ഇപ്പം എൻ്റെ അച്ഛൻ്റെ കേസ് ഞാൻ പറയാം. എൻ്റെ അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരോടും ഭയങ്കര കമ്പനിയാണ്. ലൈക്ക് അച്ഛന് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും എനിക്ക് ഏത് സ്ഥലത്ത് പോയാലും എനിക്ക് ഒരാൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ഫ്യൂച്ചർ ജനറേഷനോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ഒന്നും ഉണ്ടാവില്ല. കാരണം ഇനിയുള്ള ആ ഒരു ജനറേഷൻ അങ്ങനെ ഇല്ല. പക്ഷേ എപ്പോഴും പറയും ഗേൾസിനാണ് കമ്പനി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ബോയ്സിന് കൂടുതലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഗേൾസിനായാലും ബോയ്സിനായാലും കമ്പനിയൊക്കെ ഉള്ളൊരു ധാരാളമുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റാണ് അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സോ ദിസ് വീഡിയോ വാസ് ഫോർ ഓൾ ദോസ് പീപ്പിൾ ഹു ആർ തിങ്കിങ് കോളേജ് ഒന്ന് കഴിയട്ടെ അല്ലെങ്കിൽ സ്കൂളൊന്ന് കഴിയട്ടെ എന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. കാരണം ഇത് മിസ് ഔട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഒരു സമയം വരും ജോലിക്കൊക്കെ പോയി അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സാണെങ്കിൽ സ്വന്തം ബിസിനസ്സൊക്കെ നടത്തി ഒരു ദിവസമെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാലോചിക്കുന്ന ഒരു ടൈം വരും. ആ ഒരു സമയത്ത് നമുക്ക് ആരുമില്ല എന്നൊരു സംഭവം നമ്മുടെ തലയിൽ വന്നു കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി സോ ബാഡ്. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക.
ആൻഡ് ഇതിൻ്റെ ഒരു ഡയറി ടു മൈ സെൽഫായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കാരണം അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഐ ജസ്റ്റ് തോട്ട് ടു ഷെയർ ദിസ് വിത്ത് യു. അപ്പോൾ അത് വലിച്ചു നീട്ടിയതിൽ സോറി. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് മേക്ക് ഷുവർ ടു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഓൾസോ ഷെയർ ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മച്ച് മോർ ഡെയിലി വ്ലോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സോ യെസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, go.